ദൈവത്തിൽ ആശ്രയിക്കുകയും അത്ഭുതങ്ങൾ കാണുകയും ചെയ്ത ഒരു വലിയ രാജാവായിരുന്നു ദാവീദ് രാജാവ്. അദ്ദേഹം തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവം സോൾവ് ചെയ്യുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചതും ദൈവത്തിന്റെ സൊല്യൂഷൻ അദ്ദേഹം കാണുകയും ചെയ്തു. 57 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അദ്ദേഹം പറയാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. താൻ രാജാവായിരിക്കുമ്പോൾ തന്നെ തനിക്കറിയാം, എൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ ഈ ലോകത്തില് എനിക്ക് കീഴിൽ ആരുമില്ല. പക്ഷേ എൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ എൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരുവനുണ്ട്, അത്യുന്നതനായ ദൈവം. അവൻ എൻ്റെ സകല വിഷയത്തിലും ഇടപെടും, സർവവും നിർവഹിക്കുന്ന ഒരു ദൈവം. ഇന്നത്തെ സന്ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ സർവകാര്യത്തെയും നിർവഹിച്ചു തരുവാൻ അധികാരമുള്ള, ശക്തിയുള്ള, ആ മനസ്സരിവുള്ള ഒരു നല്ല ദൈവമുണ്ട്. ദൈവത്തിന്റെ ഭക്തന്മാരുടെ നല്ല ഉറപ്പാണ്, ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും, ദൈവം എൻ്റെ കാര്യത്തിൽ പരിഹാരം വരുത്തും, എൻ്റെ എല്ലാ കാര്യത്തിലും ദൈവം ഇടപെടും. അങ്ങനെ വിശ്വസിച്ച് നടന്നവരാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരെല്ലാം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം 25-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു 4-ാം വാക്യത്തിൽ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിനൊരു കോട്ടയും, ഉഷ്ണത്തിനൊരു തണലും, കൊടുങ്കാറ്റിനൊരു ശരണവുമായിരിക്കും. വലിയ കൊടുങ്കാറ്റ് പോലെ ഭയങ്കരന്മാർ എതിർക്കുമ്പോൾ എന്ത് ചെയ്യും? ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് എൻ്റെ സഹോദരങ്ങളെ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്? ഭയങ്കരന്മാർ പ്രാപ്തിയുള്ളവർ, ഭരണാധികാരികളായ വേഷത്തിലോ മറ്റു മനുഷ്യരുടെ വേഷത്തിലോ നമ്മളെ ഭീതിപ്പെടുത്തുവാൻ, വഴക്കിടുവാൻ, പ്രശ്നമുണ്ടാക്കുവാൻ, കലഹമുണ്ടാക്കുവാൻ തുനിഞ്ഞിറങ്ങിയാൽ നമ്മളെ ദൈവം കൈവിടത്തില്ല കേട്ടോ. നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, സർവവും നിർവഹിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ സമാപ്തി വരുത്താൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ കാര്യവും വ്യവഹാരവും നടത്തും. ഹല്ലേലൂയ. ഇത് ഒരു ദൂതായി നിങ്ങൾ സ്വീകരിച്ചോ? നിങ്ങളുടെ പ്രശ്നത്തിൽ ആരും ഇടപെടുന്നില്ലെങ്കിലും, ആർക്കും ഇടപെടാനുള്ള സാധ്യതയും സാഹചര്യവും ഇല്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. നിങ്ങളുടെ കാര്യവും വ്യവഹാരവും ദൈവം നടത്തും. ഹല്ലേലൂയ. എങ്ങനെ ജയിക്കും, എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് വളരെ ഭാരപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുക, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഒരു സമാപ്തി വരുത്തും, സർവവും അവൻ നിർവഹിച്ചു തരും. ആമേൻ. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നാശങ്ങൾ, അനർത്ഥങ്ങൾ കയറി വരുമ്പോൾ ദൈവത്തിന്റെ മക്കളായ നമ്മുടെ മറുപടി എന്തായിരിക്കും നമുക്ക് ലോകത്തോട് പറയാനുള്ളത്? ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പറയാനുള്ളത്? ഭക്തന്മാർ പറയുകയാണ്, ഇയ്യോബ് തന്റെ ജീവിതത്തിന്റെ വലിയ നഷ്ടങ്ങൾ കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടണം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തെ ഞാൻ മുന്നിൽ നിർത്തിയിരിക്കുക. എൻ്റെ ദൈവമാണ്, ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. നഷ്ടമാണെങ്കിലും കൊള്ളാം, ലാഭമാണെങ്കിലും കൊള്ളാം, എൻ്റെ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. ഞാൻ പറയാം സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, എന്ത് നഷ്ടം വന്നാലും എൻ്റെ ദൈവം അറിഞ്ഞെന്ന് പറയണം. എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം അറിയാതെ ഒരു പ്രശ്നമില്ലെന്ന് പറയണം. കാരണം ദൈവത്തിന്റെ അധികാരത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണ്, ദൈവത്തിന്റെ അറിവിൽ നമ്മൾ ആശ്രയിക്കുക. ഇനി ദൈവം എല്ലാം എനിക്ക് നന്മയ്ക്കാക്കി തീർക്കുമെന്നൊരു വാക്കുകൾ നിങ്ങൾ പറഞ്ഞു, നന്മയ്ക്കായി മാറിയിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. സകലതും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ദാവീദിനെ ശിമെയി ശപിക്കുകയാണ്. ആ ശാപത്തിന് പകരം അവന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തിരിച്ച് ശപിക്കാൻ പറ്റും, വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നീ അങ്ങനെ ശപിക്കേണ്ട കാര്യം എനിക്കില്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ല, തൻ്റെ പടയാളികളെ കൊണ്ട്, രാജാവായിരിക്കുന്ന ദാവീദിനോടാ ശപിക്കാൻ വരുന്നത്. പടയാളികളെ കൊണ്ട് അവനെ കൊന്നുകളയാൻ പറ്റും. ഈ പറഞ്ഞ ഒരു കാര്യത്തിനും തിരിച്ച് ശപിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഇനി അവൻ വിശദീകരണം പറഞ്ഞു കൊടുക്കാനോ അവനെ കൊല്ലുവാനോ ഒന്നും ദാവീദ് രാജാവ് ശ്രമിച്ചില്ല. ദാവീദ് പറഞ്ഞറിയോ? ദൈവം ശിമെയിയോട് പറഞ്ഞിരിക്കുന്നു ദാവീദിനെ ശപിക്കുവാൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലെ കാര്യം. ദൈവം ശിമെയിയോട് പറഞ്ഞിരിക്കുന്നു, ഈ രാജാവായ ദാവീദിനെ എന്നെ ശപിക്കാൻ. അവൻ ശപിക്കട്ടെ, പക്ഷേ അവന്റെ ഇന്നത്തെ ശാപത്തിന് പകരം എൻ്റെ സങ്കടം നോക്കി യഹോവ എനിക്ക് അനുഗ്രഹം തരും. ഇതാണ് എൻ്റെ മറുപടി.
എൻ്റെ ദൈവം അറിയാതെ ഒന്നും ഭരിക്കത്തില്ല, സംഭവിക്കത്തില്ല. ദൈവം എന്നെ അനുഗ്രഹിക്കും. അവൻ പറയുന്നതെല്ലാം നടക്കട്ടെ എന്നല്ല, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നൊരു വാക്ക് പറയുമ്പോൾ ആ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ആരൊക്കെ ശപിച്ചാലും, ആരൊക്കെ വിളക്കം തന്നിയാലും, എൻ്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസവും ആശ്രയം ഉണ്ടെങ്കിൽ ഞാൻ അത് ഉയർത്തിപ്പിടിക്കും. അത് പറഞ്ഞേ പറ്റൂ. മിണ്ടാതിരിക്കരുത്, നിരാശപ്പെടരുത്. ചിലരെ സംബന്ധിച്ച് 10 പേര് കളിയാക്കി എന്ന് പറഞ്ഞ് മുറിക്കാത്തോട്ട് കയറിയിരിക്കും. പിന്നെ അവർ പുറത്തു ഇറങ്ങത്തില്ല, പ്രാർത്ഥനയ്ക്കും പോകത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല, പാട്ടും പാടത്തില്ല. ആമേൻ. അങ്ങനെയല്ല. ആരെല്ലാം പരിഹസിച്ചാലും, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം അപമാനിച്ചാലും പുറകോട്ട് പോകരുത്. ദൈവത്തിൽ വിശ്വാസമുള്ളവൻ മുൻപോട്ട് വരണം. അവൻ പാടണം, അവൻ പ്രാർത്ഥിക്കണം, അവന്റെ വിഷയങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ അടുക്കൽ കൊടുക്കണം. പുറത്തിറങ്ങി നടക്കണം, പ്രാർത്ഥന സ്ഥലത്തേക്ക് പോകണം, കർത്താവിനെ പാടി ആരാധിക്കണം. ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തോളും. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പാട്ടുപാടാൻ തീരുമാനിച്ചു. ശരീരമാസകലം മുറിപ്പെട്ടവരാണ്, പക്ഷെ പാട്ടുപാടാൻ തീരുമാനിച്ചപ്പോൾ എല്ലാ ബന്ധനവും അഴിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 16-24-25 വാക്കുകൾ, എല്ലാ കേട്ടുകളും അഴിഞ്ഞു. അതെ, പ്രതിസന്ധികളെ പാട്ടുപാടി നേരിടുക. ഹല്ലേലൂയ. നമ്മുടെ പ്രഖ്യാപനങ്ങൾക്കും നമ്മുടെ പാട്ടിനൊക്കെ ആ സമയത്ത് വളരെ അർത്ഥമുണ്ട്, വളരെ ആവശ്യകതയുണ്ട്. അവിടെയാണ് ഒരു വിടുതൽ നടക്കുവാനുള്ളത്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ നഷ്ടമാകില്ല. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ എന്തും വരട്ടെ എന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണം എന്നറിയാമോ? എൻ്റെ ദൈവം അറിയാതെ ഒന്നും വരികയില്ല, എൻ്റെ ദൈവം അറിഞ്ഞു വരുന്നതെല്ലാം എനിക്ക് നന്മയ്ക്കാക്കി മാറുകയും ചെയ്യും. അത് പറയണം. ഹല്ലേലൂയ. അതെ, അവൻ നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തും. നമുക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സഹായിക്കാൻ ആരും കാണുകയില്ലായിരിക്കും. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി വഴി തുറക്കുവാൻ ഒരു വാതിൽ തുറന്നു ആരും, നിങ്ങൾ വാതിൽ പലതും മുട്ടിക്കാണും, ആരും തുറന്നു കാണുകയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വഴി എവിടെയാണെന്ന് ചോദിക്കണ്ട, കർത്താവ് നിർവഹിക്കും. വിശ്വാസത്തോടെ പറഞ്ഞാൽ മതി, എൻ്റെ കർത്താവ് നിർവഹിക്കും. ഈ ദൂരം നിങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞു, കർത്താവ് നിർവഹിക്കും. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ ആ വചനം സ്വീകരിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി സകലതും സർവവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഈ വചനം കേട്ട അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ സകലതും നിർവഹിക്കുന്ന ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കടക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളെയും ജയിക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങളെയും കർത്താവെ ജയിക്കുവാനും മുന്നോട്ട് പോകുവാനും സർവ്വം നിർവഹിക്കുന്ന ദൈവം വഴികളെ തുറന്നു കൊടുക്കണമേ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം വലിയ വിടുതൽ അനുഭവിക്കുന്ന ദിവസമായി തീരട്ടെ. അവിടുന്ന് കൂടെ നടക്കണം, കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സർവ്വവും നിർവഹിക്കുന്ന ദൈവം കൂടെയുണ്ട്. കുറെ പേർക്ക് സന്ദേശം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്ഡ് ഡേ.